അപ്പം 3.5 പതിറ്റാണ്ടിലധികമായി പാർലമെൻറ്റാണ് തട്ടകം. അപ്പോൾ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കുറച്ചും കൂടി സജീവമാകണം എന്നൊരു താല്പര്യം മനസ്സിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പാർലമെൻറ്റിലേക്ക് 27ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി ലോക്സഭയിലേക്ക് ജയിക്കുന്നത്. അന്ന് ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുകയായിരുന്നു. KC വേണുഗോപാലായിരുന്നു KSUവിൻ്റെ പ്രസിഡന്റ്. തുടർന്ന് അങ്ങോട്ട് തുടർച്ചയായുള്ള മത്സരങ്ങൾ വിജയവും തോൽവിയൊക്കെ ഉണ്ടായി. പല ഘട്ടത്തിലും ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു പാർലമെൻറ്റിൽ നിന്ന് മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി എന്നെ സ്റ്റേറ്റിലോട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം തരണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ദളിത് ആദിവാസി മേഖലകളിൽ അവരുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ്, ആ ഒരു പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം. പക്ഷേ പാർട്ടി നേതൃത്വം എന്നോട് എല്ലാ തെരഞ്ഞെടുപ്പും ലോക്സഭയിൽ തന്നെ മത്സരിക്കണം, ഇപ്പോൾ നിയമസഭയിലേക്ക് പോകേണ്ട സമയമായിട്ടില്ല, അപ്പോൾ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞ് എന്നെ ലോക്സഭയിലേക്ക് നിർത്തി. ഇത്തവണയും എന്നെ ലോക്സഭയിൽ നിന്ന് ഒഴിവാക്കണം, മത്സരത്തിന് ഒഴിവാക്കണം എന്നാണ് പാർട്ടിയോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് അനുവദിക്കുമോ? അത് പാർട്ടിയാണ് തീരുമാനിക്കും. പക്ഷേ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അനുസരിക്കും. മനസ്സുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനാണ് MB ആയി പ്രവർത്തിക്കാൻ ഉള്ളതിനേക്കാൾ താല്പര്യം. അല്ല, എന്നെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തുടർച്ചയായി പാർലമെൻറ്റ് മത്സരിക്കുന്നു, ജയിക്കുന്നു, എന്തുകൊണ്ട് മാറിക്കൊടുത്തുകൂടാ, എന്തുകൊണ്ട് ഇത് അവസാനിപ്പിച്ചുകൂടാ, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്ടി വേദികളിലാണ് ഞാൻ ആ കാര്യം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ എന്നെക്കുറിച്ച് അറിയാത്ത ആളുകൾ, എന്നെക്കുറിച്ച് എൻ്റെ രാഷ്ട്രീയ സ്വഭാവവും ശൈലിയും എൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും അറിഞ്ഞുകൂടാത്ത കുറേ ആളുകൾ, ആക്ടിവിസ്റ്റുകളായ കുറേ ആളുകൾ എന്നെ നിരന്തരം ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുകയാണ്. അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഞാനൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളല്ല.